കഴിഞ്ഞ മാസം ഇറ്റലിയിൽ വെച്ച് നടന്ന G7 സമ്മിറ്റ് എന്നത് പല കാരണങ്ങളാലും വളരെ ലോകശ്രദ്ധ ആകർഷിച്ച ഒരു വേൾഡ് ഇവന്റ് ആയിരുന്നു. ഇന്റർനെറ്റിന് മുഴുവൻ ഇളക്കിമറിച്ച വിവിധ സംഭവ വികാസങ്ങൾ അരങ്ങേറിയ ആ സമ്മിറ്റിൽ സൗദി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പങ്കെടുത്തിരുന്നില്ല എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമായിരുന്നു. എന്നാൽ ആ വൈറൽ G7 സമ്മിറ്റിനിടെ നടന്ന വിവിധ സംഭവങ്ങളെപ്പറ്റി വിവരിച്ചുകൊണ്ടുള്ള ഈ വീഡിയോയിൽ ഇക്കാര്യത്തിനെന്നാൽ നാം അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. ഒരു പരിധിവരെ ഏതെങ്കിലും ഒരു ജെനുവിൻ സോഴ്സിൽ നിന്നുമുള്ള സൗദി ക്രൗൺ പ്രിൻസ് എന്തുകൊണ്ട് ഈ സമ്മിറ്റിൽ പങ്കെടുക്കുന്നില്ല എന്ന വിവരം ലഭ്യമാകാതിരുന്നതും ഒരു കാരണമായിരുന്നു. അന്ന് G7 സമ്മിറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഇൻവിറ്റേഷനെ സ്വീകരിക്കുകയും അതിനെ അക്നോളജ് ചെയ്യുകയും ചെയ്ത ശേഷം സൗദി അറേബ്യ ഈ സമ്മിറ്റിൽ പങ്കെടുക്കാതിരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് സൗദി ക്രൗൺ പ്രിൻസ് MBS എന്തുകൊണ്ട് ഈ G7 സമ്മിറ്റിൽ പങ്കെടുക്കാതിരുന്നു എന്നതിനെ പറ്റിയുള്ള യഥാർത്ഥ വിവരം ചില ലീക്ഡ് സോഴ്സുകൾ വഴി പുറത്തുവരികയാണ്. ഇതോടുകൂടി സൗദി അറേബ്യയോട് ഇവരുടെ ലീഡർ MBSനോട് അതിപ്പോൾ പെട്രോ ഡോളറിന് നിർത്തലാക്കിയ കാര്യത്തിലാണെങ്കിലും സൗദി അറേബ്യ എന്ന രാജ്യത്തിന്റെ ട്രാൻസ്ഫോർമേഷന്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് ഇന്ത്യയോടുള്ള ആ ഡീപ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഇദ്ദേഹം എടുക്കുന്ന ശക്തമായ തീരുമാനങ്ങളോട് ഇദ്ദേഹത്തിന്റെ നിലപാടുകളോടുള്ള ബഹുമാനം അത് ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഇവിടെ റഷ്യയെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന പശ്ചിമ രാജ്യങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു ഷീൽഡുമായി ചാടി വീഴുകയാണ് സൗദി അറേബ്യ. ലോകത്തിന്റെ ഇക്കണോമിയെ മുഴുവൻ നിയന്ത്രിക്കുന്നുവെന്ന് അഹങ്കരിക്കുന്ന G7 രാജ്യങ്ങൾ റഷ്യക്കൊപ്പം നടത്തുന്ന ഈ അന്യായം നാളെ മറ്റേതു രാജ്യങ്ങൾക്കൊപ്പം വേണമെങ്കിലും നടത്താമെന്നിരിക്കെ സൗദി അറേബ്യ G7 രാജ്യങ്ങൾക്ക് ഒരു ഓപ്പൺ വാണിംഗുമായി മുന്നോട്ട് വരികയാണ്. നിങ്ങൾ ഈ പ്രവൃത്തി ഇന്ന് റഷ്യക്കൊപ്പം നടത്തിയാൽ ഞങ്ങൾ സൗദി അറേബ്യ അതേ നാണയത്തിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന്. അക്ഷരാർത്ഥത്തിൽ റഷ്യയെ സംരക്ഷിച്ചുകൊണ്ട് G7 രാജ്യങ്ങളുടെ ഈ അന്യായത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സൗദി അറേബ്യ ഒറ്റയ്ക്ക് ഇവിടെ നെഞ്ചുവിരിച്ച് നിൽക്കുകയാണ്. അതായത് നാം ഈ കാണുന്നതാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അഥവാ വിദേശ നാണ്യ ശേഖരത്തിന്റെ കണക്കുകൾ. ഈ പട്ടികയിൽ 4ാം സ്ഥാനത്ത് നമുക്ക് കാണാം ഇന്ത്യയെ. ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് അതിന്റെ ഓൾ ടൈം ഹൈ ആയ 651 ബില്യണിൽ എത്തിയത് ഈ അടുത്തിടയ്ക്കായിരുന്നു. ചരിത്രത്തിൽ ഇതുവരെ ഇന്ത്യയുടെ പക്കൽ ഇത്രയധികം വിദേശ നാണ്യ ശേഖരം ഉണ്ടായിട്ടില്ല. അതേസമയം ഒരുമിച്ച് വണ്ടി കയറി യാത്ര ആരംഭിച്ച അയൽരാജ്യമായ പാകിസ്ഥാന്റെ ഇന്നത്തെ ഫോറക്സ് റിസർവ് എന്നത് വെറും 10 ബില്യണിലും താഴെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് നമുക്ക് അല്പം അഭിമാനമൊക്കെ തോന്നുമെങ്കിലും പെട്ടെന്നൊരു ദിവസം നിങ്ങളോട് പറയുകയാണ് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം ഇനി മുതൽ നിങ്ങളുടേതല്ല എന്ന്. അതായത് നിങ്ങൾ നിങ്ങളുടെ പണത്തെ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ശേഷം ബാങ്കിന് വേണ്ടപ്പെട്ട ചിലരുമായി നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോടെ ബാങ്ക് നിങ്ങളോട് പറയുകയാണ് ഇനി മുതൽ നിക്ഷേപിച്ച ആ പണം നിങ്ങളുടേതല്ല എന്ന്. മാത്രവുമല്ല നിങ്ങൾക്ക് ആരുമായാണോ പ്രശ്നമുണ്ടായിരുന്നത് അവർക്ക് ആ പണത്തെ അനുവദിച്ച് നൽകുകയും ചെയ്യുന്നു. എക്സാക്ട്ലി അത് തന്നെയാണ് ഇവിടെ റഷ്യക്കൊപ്പവും സംഭവിച്ചിരിക്കുന്നത്. റഷ്യ ഇത്തരത്തിൽ ഈ G7 രാജ്യങ്ങളിൽ നിക്ഷേപിച്ചിരുന്ന ഏകദേശം $300 ബില്യൺ വിലമതിക്കുന്ന അസറ്റ്സിനെ ഈ രാജ്യങ്ങൾ പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല ഇതിനെ ഇപ്പോൾ യുക്രൈനു വേണ്ടി റഷ്യക്കെതിരെയുള്ള യുദ്ധാവശ്യങ്ങൾക്കായി അനുവദിക്കുവാനും പോവുകയാണ്. വെസ്റ്റേൺ കൺട്രീസ് ഓപ്പണായി ചെയ്ത ഈ ഇല്ലീഗൽ ആക്ഷനെതിരെ ആരും ഒരു ശബ്ദവും ഉയർത്തിയിരുന്നില്ല. എന്നാൽ ചുരുക്കം ചില മീഡിയാസും സാമ്പത്തിക വിദഗ്ധന്മാരും എഴുതി തെറ്റാണ് നടക്കുന്നത്. മറ്റൊരു രാജ്യത്തിന്റെ ഫോറക്സ് റിസർവിനെ പിടിച്ചെടുത്ത് ലോകത്തിന് മുമ്പിൽ G7 രാജ്യങ്ങൾ തെറ്റായ ഒരു എക്സാമ്പിൾ ആണ് സെറ്റ് ചെയ്യുന്നത് എന്ന്. ഇക്കാരണത്താൽ ഫോറക്സ് റിസർവിന്റെ മേലുള്ള വിശ്വാസ്യത നഷ്ടമാകുകയും രാജ്യങ്ങൾ പതിയെ ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ആകുകയും ചെയ്യും. ചൈനയെ പോലുള്ള വിവിധ രാജ്യങ്ങൾ ഈ പ്രോസസ് ഇതിനകം തന്നെ ആരംഭിച്ചും കഴിഞ്ഞു. റഷ്യയുടെ ഈ പിടിച്ചെടുത്ത അസറ്റ്സിനെ ലിക്വിഡേറ്റ് ചെയ്യുവാനുള്ള ചർച്ചകൾ കഴിഞ്ഞ മാസം നടന്ന യുക്രൈൻ പീസ് സമ്മിറ്റിലും ഇക്കഴിഞ്ഞ G7 സമ്മിറ്റിലും നടന്നിരുന്നു. ഗോൾഡ്, ഫോറിൻ കറൻസീസ് എല്ലാം ഉൾപ്പെടുന്ന ഈ അസറ്റ്സിനെ മുഴുവൻ വിറ്റ് കാശാക്കുക. വെയിറ്റ്, എന്നാൽ റഷ്യയുടെ ഗോൾഡ് എങ്ങനെ ഈ വെസ്റ്റേൺ കൺട്രീസിന്റെ പക്കലെത്തി? ഈ സംഭവത്തിന് ശേഷം ഇന്ത്യ എന്തുകൊണ്ട് ഇത്തരത്തിൽ UK സൂക്ഷിച്ചിരുന്ന 100 ടണ്ണോളം വരുന്ന ഗോൾഡിനെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്നും നാം ഈ വീഡിയോയിൽ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. ഇവിടെ G7 രാജ്യങ്ങൾ സീസ് ചെയ്ത റഷ്യൻ അസറ്റിൽ നിന്നും ഏകദേശം $300 ബില്യൺ വരുന്ന ലിക്വിഡേറ്റ് ചെയ്യുവാൻ പറ്റുന്ന അസറ്റിനെ, അതായത് ഇതിലുള്ള ചില ലാൻഡ് പോലുള്ള അസറ്റുകളെ ലിക്വിഡേറ്റ് ചെയ്യുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഇതിനെ വിറ്റ് കാശാക്കി യുക്രൈന് റഷ്യക്കെതിരെയുള്ള യുദ്ധാവശ്യങ്ങൾക്കായി നൽകുവാനാണ് പദ്ധതിയിട്ടിരുന്നത്. ഇതിൽ ഒരു രസകരമായ കാര്യം എന്തെന്നാൽ G7 രാജ്യങ്ങളുടെ ഈ പ്രവൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് ചില യൂറോപ്യൻ രാജ്യങ്ങളും മുന്നോട്ട് വന്നിരുന്നു എന്നതാണ്. എന്നാൽ റഷ്യയുടെ പണം യുക്രൈൻ അനുവദിച്ച് നൽകുന്നു എന്നതല്ല കാരണം. ഇത്രയധികം പണം യൂറോപ്യൻ മാർക്കറ്റിലേക്ക് എത്തിയാൽ ഉണ്ടായേക്കാവുന്ന പണപ്പെരുപ്പമാണ് ഇവരുടെ പ്രശ്നം. അതായത് $300 ബില്യൺ എന്നത് വളരെ വലിയൊരു എമൗണ്ട് ആണ്. ഇത്രയധികം പണം അത് ഏത് രൂപത്തിലാണെങ്കിലും ഒരു രാജ്യത്തേക്ക് എത്തുന്നതോടെ ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും സ്വാഭാവികമായും പ്രൊപ്പോർഷണലി പണപ്പെരുപ്പവും വിലക്കയറ്റവും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ സൗദി അറേബ്യയുടെ പ്രഷർ കാരണമെന്ന് വേണമെങ്കിൽ പറയാം ഈ പദ്ധതിയിൽ ഇപ്പോൾ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അഥവാ പിടിച്ചെടുത്ത റഷ്യൻ അസറ്റ്സിനെ യുക്രൈന് നൽകുവാനാണ് പദ്ധതി
മതിയെങ്കിൽ ഈ G7 രാജ്യങ്ങളൊക്കെ ഇത്തരത്തിൽ സൗദി അറേബ്യയിൽ നിക്ഷേപിച്ചിട്ടുള്ള ഫോറിൻ റിസർവ്സിനെയും ഓപ്പൺ മാർക്കറ്റിൽ വിറ്റുകളയുമെന്ന് പറഞ്ഞ് സൗദി നടത്തിയ ഭീഷണി സൗദി അറേബ്യ എടുത്ത വളരെ ബോൾഡായ ആ തീരുമാനം പൂർണ്ണമായി അല്ല എങ്കിലും ഒരു പരിധിവരെ ഫലം കണ്ടു എന്ന് തന്നെ പറയാം. ഇപ്പോൾ നിലവിൽ വിവിധ G7 രാജ്യങ്ങളിൽ ഇരിക്കുന്ന റഷ്യൻ അസറ്റ്സിന്റെ പലിശ മാത്രം തന്നെ പ്രതിവർഷം $2 to 3 ബില്യൺ വരും. ഈ പലിശയായി ലഭിക്കുന്ന തുകയെ പതിയെ വർഷാവർഷം യുക്രൈന് നൽകിക്കൊണ്ടിരിക്കും. അത് $50 ബില്യൺ ആകുന്നതുവരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും എന്നതാണ് ഇവരുടെ നിലവിലെ പദ്ധതി. രാജ്യത്തിന്റെ വലിപ്പവും ഇക്കണോമിയുടെ സൈസും വെച്ച് നോക്കുമ്പോൾ സൗദി അറേബ്യ ചെയ്തത് വളരെ ധീരമായ പ്രവൃത്തിയാണ്. സൗദി അറേബ്യ അക്ഷരാർത്ഥത്തിൽ ഇവിടെ റഷ്യയുടെ രക്ഷകനായി എത്തുകയായിരുന്നു. നിലവിൽ G7 രാജ്യങ്ങൾ അല്പം ബാക്ക് ഫുട്ടിലാണെങ്കിലും ഇവഞ്ച്വലി ഇവർ ഈ റഷ്യൻ അസറ്റ്സിനെ എന്ത് ചെയ്യുമെന്നത് മുഴുവൻ ലോകത്തെയും ബാധിക്കുന്ന ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ പുതിയ ഏതെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.